CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അശ്ലീല സന്ദേശ വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. AICC നേതൃത്വം രാഹുലിന്റെ രാജി എഴുതി വാങ്ങുകയായിരുന്നു. ഇമെയിൽ മുഖേന രാജി കൈമാറി. പാലിയേറ്റീവ് പരിചരണ സംഘടനയുടെ സംഭാവന പെട്ടി പട്ടാപ്പകൽ മോഷ്ടിച്ചു. പുന്നിയൂർക്കുളം കൂട്ടായ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ധനശേഖരണാർത്ഥം വടക്കേക്കാട് നാലാംകല്ലിലുള്ള ക്ലിനിക്കിൽ വെച്ചിരുന്ന പെട്ടിയാണ് മോഷ്ടിച്ചത്. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. പിലക്കാട്ട് പയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഹിഡുംബൻ സ്വാമി നാഗപ്രതിഷ്ഠാ ചടങ്ങുകൾ ഓഗസ്റ്റ് 27, 28, 29 തീയതികളിലായി നടക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കൊതുക് ദിനാചരണം സംഘടിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR ആതിര ഉദ്ഘാടനം ചെയ്തു. ദേശീയ നഗരശുചിത്വ സർവേയിൽ മികച്ച മുന്നേറ്റം നടത്തിയ നഗരസഭകളെ സംസ്ഥാന തലത്തിൽ ആദരിച്ച ശുചിത്വബേരിയിൽ ഗുരുവായൂർ നഗരസഭയ്ക്ക് ആദരവ്. മന്ത്രി MB രാജേഷിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. അനുഷ്ഠാന കലയായ കളമ്പാട്ടിനെ കൂടുതൽ പരിചയപ്പെടാനും അടുത്തറിയാനുമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ശില്പശാല സംഘടിപ്പിച്ചു. പോർക്കുളം പഞ്ചായത്ത് 2025-26 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം സുശാന്തം കട്ടിൽ വിതരണം നടത്തി. ജനാധിപത്യ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പുന്നിയൂർക്കുളം മണ്ഡലം കമ്മിറ്റി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് രാഹുൽ ഗാന്ധി ഉയർത്തിയ 5 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കത്തയച്ചു. ചാലുശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിൽ സദ്ഭാവന ദിനാചരണം നടത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പാൽപായസം പ്ലാസ്റ്റിക് ഡപ്പകളിൽ നൽകുന്നതിന് പകരം ടിന്നുകളിൽ നൽകും. ശബരിമലയിൽ അരവണ പായസം നൽകുന്ന ടിൻ മാതൃകയാണ് പരീക്ഷിക്കുന്നത്. വേലൂർ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കവുങ്ങ് തൈകളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി നിർവഹിച്ചു. കേരളത്തിലെ അതിപുരാതന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ തിരുവത്ര സ്വയംഭൂ മഹാശിവക്ഷേത്രത്തിലെ 4ാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷേത്രസന്നിധിയിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. 69ാമത് കേരള സ്റ്റേറ്റ് യൂണിയൻ അത്ലറ്റിക്സിൽ റിലേയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ മുഹമ്മദ് റയാനെ DYFI മുതുവട്ടൂർ വെസ്റ്റ് യൂണിറ്റ് ആദരിച്ചു. വിജയകരമായ 100ൽ പരം മുട്ടുമാറ്റുപരിക്കൽ ശസ്ത്രക്രിയ നടത്തിയ ദയ റോയൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരെയും കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സ്നേഹസംഗമം നടത്തി. വേലൂർ കുറുമാൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ 29ാം വാർഷിക പൊതുയോഗം ചേർന്നു. പ്രകൃതി സംരക്ഷണ സംഘം കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നടന്ന കർഷക വാരാചരണം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ M മഹേന്ദ്ര സിംഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ അതിരൂപത പിതൃവേദിക്ക് പുതിയ നേതൃത്വം. ഫാമിലി അപ്പോസ്റ്റലേറ്റിൽ നടന്ന അതിരൂപത ജനറൽ ബോഡി യോഗത്തിൽ 2025-28 കാലയളവിലേക്കുള്ള അതിരൂപത പിതൃവേദി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.